അപ്പൊ ഇന്ന് ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചോടെ എത്തി. അപ്പൊ ആദ്യം തന്നെ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും സമയമൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇതിൽ നിന്ന് വളരെ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷങ്ങളോളമായി ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങിയിട്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരിൽ നിന്നും പല അവാർഡുകളും മേടിച്ചു. എന്തായാലും ഈ അവാർഡുകൾ കാണിച്ചില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത, പുതിയ ഭരണം ഇന്ന് നമ്മളുടെ UDF-ന്റെ VD സതീശൻ ഇന്ന് ഓൾറെഡി കയറി എന്നുള്ളൊരു വലിയ വാർത്ത കൂടിയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറക്കാൻ പറ്റുമോ? എനിക്ക് അതുകൊണ്ട് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയും പഴയ സ്പീക്കറെയും ഒന്ന് കണ്ടേ തീരും, അല്ലെ? കാരണം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മാറി പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് എത്തുകയാണ്. ലിൻസ ഒന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് അല്ലേ ഇന്നും കൂടെ ചിലപ്പോൾ അത് വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? യെസ്. അപ്പൊ ഇന്ന് പുതിയ ഭരണം കയറുന്നു, പുതിയ നമ്മുടെ കേരളം എന്താണെന്നറിയില്ല. കഴിഞ്ഞ 10 വർഷം ഈ നമ്മുടെ LDF ആണ് ഭരിച്ചിരുന്നെങ്കിൽ ഇനി അടുത്ത 5 കൊല്ലം എന്തായിരിക്കും എന്ന് പറയാനല്ലേ വല്ലാത്തൊരു രീതിയിലേക്കാണ് പോണത്. നീ താഴേക്കായിരിക്കും, ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ആര് വന്നാലും നമ്മൾ കാശുണ്ടാക്കിയല്ലേ പറ്റും, അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വഴി നോക്കാം. റെഡി? യെസ്, റെഡിയാണോ സർ? റെഡി? ശബ്ദമില്ലല്ലോടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അതിന്റെ പിന്നിൽ ചെറിയൊരു സംഭവം ഒന്ന് സ്വയം പൊങ്ങണം, കുഴപ്പമൊന്നുമില്ലല്ലോ. അവാർഡ് കിട്ടി നിങ്ങളൊന്ന് കാണിക്കണ്ടേ, അല്ലെ? ആദ്യമായിട്ട് വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടല്ലോ, അല്ലെ? യെസ്. അപ്പോൾ എൻ്റെ പേര് പരിചയപ്പെടുത്തി, ഡോക്ടർ നിഷാദ് അബൂബക്കർ. ഓൾറെഡി 27 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇത് ഓൾറെഡി 13 കമ്പനികൾ റൺ ചെയ്യുന്നു. ഇപ്പോൾ 13ാമത്തെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 12 കമ്പനികളും എനിക്കും എൻ്റെ കുടുംബത്തിന് കാശുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. 13ാമത്തെ കമ്പനി ഇന്ന് ഇവിടെ പറയുന്ന പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും സമ്പന്നനാകാൻ പറ്റുന്നൊരു അവസരമാണ്. അപ്പോൾ ഇവിടെ കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും ഒരേപോലെ അവസരമുണ്ട്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഓൾറെഡി എന്നെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയാനുള്ള കാര്യം, 1997 ആദ്യമായിട്ട് പിതാവിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററായിട്ടായിരുന്നു തുടക്കം. അന്ന് 50 രൂപയ്ക്കായിരുന്നു അവിടെ ദിവസേന ജോലിക്കുന്നത്. അങ്ങനെ മാസം കിട്ടുന്ന 1500 രൂപ, ഏകദേശം 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അവിടെ നിന്നാണ് 19 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ പല രീതിയിലും 14 റെസ്റ്റോറൻറ്റുകൾ എറണാകുളത്തും കോഴിക്കോടും പല ജില്ലകളിലായിട്ട് ഞങ്ങൾ തുടങ്ങി. അതിനുശേഷം 19 സൂപ്പർ മാർക്കറ്റുകൾ, അതിനുശേഷം ഇ-കോമേഴ്സ് കമ്പനിയാണ്, പല ബിസിനസ്സും തുടങ്ങി. വളരെ നല്ല രീതിയിൽ പോയപ്പോൾ 2020 കൊറോണ വന്നപ്പോഴാണ് എൻ്റെ കൂടെയുള്ള പലരും നിന്നുവെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത പലരും സക്സസ് ആയിട്ടില്ല. കൊറോണ സമയത്ത് അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് മാറ്റപ്പെട്ടോടെ ചിന്തിച്ചത്, ഇനി എന്നെ വിശ്വസിക്കുന്നവരെ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ എങ്ങനെ എന്നെ പോലെ ആക്കണം. അപ്പൊ അതിനു വേണ്ടി തുടങ്ങിയ കമ്പനിയുടെ പേരാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ജസ്പേഡ് ഇന്റർനാഷണൽ എന്നുള്ളത്, അല്ലെ? അപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജസ്പേഡ് ഇന്റർനാഷണൽ കുറിച്ച്. ഇത് 2020 സ്ഥാപിതമായത്. അപ്പൊ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പ്രൊജക്റ്റ്, ഒന്ന്, ജസ്പേഡിൽ നിന്ന് 14ഓളം പ്രൊജക്റ്റുകൾ ഓൾറെഡി റണ്ണിങ്ങിലുണ്ട്. മീൻസ് അതിൽ 3 റണ്ണിങ്ങിലുണ്ട്, 7 പൈപ്പ് ലൈനിലുണ്ട്. അപ്പൊ ഇതൊന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും അതിലൂടെ ഒരു സമ്പന്നനാകാനുള്ളൊരു അവസരമാണ് ഇന്ന് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. പക്ഷേ കയ്യിൽ എന്ത് വേണം? പണം വേണം. ഇനി രണ്ടാമത്തതാണ്, നിങ്ങളുടെ കയ്യിൽ പണമില്ല, കുഴപ്പമില്ല, അത് പഠിച്ചെടുത്തുകൊണ്ടും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. അപ്പൊ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? പണം വേണം. ഇതിനാണെങ്കിലോ പണം വേണ്ട. ഓക്കെ. അപ്പൊ പണം ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ സമയം 12:15. ഓക്കെ, 1:30 ഈ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കും. ലഞ്ച് കഴിക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചു പോകാം. പൈസ കയ്യിലില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇരിക്കാം. ഓക്കെ, 7 മണി വരെ എങ്ങനെ ഈ വർഷം റിയൽ എസ്റ്റേറ്റിലൂടെ 2 കോടി രൂപ ചെയ്യാം.
ഈ വർഷം ഡിസംബറിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ 2 കോടി രൂപ ഏൺ ചെയ്യാം? ഏത് വേണ്ടതില്? ആദ്യം എന്ന് പറയണം. പൈസ ഇല്ലാത്തത് പറയണം, പൈസ ഉള്ളത് പറയണം. പൈസ ഉള്ളത് മതിയോ? മതിയോ? പൈസ ഉള്ളത് പറഞ്ഞിട്ട് പൈസ ഇല്ലാത്തത് പറയാം അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഇനി രണ്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളിവിടെ 7 മണി വരെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകാനായിട്ട്. കാരണം ഇത് നിങ്ങൾ പുറത്തു പോയിട്ട് ആരോട് ചോദിച്ചാലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടില്ല. ഇത് ഇന്നോവേഷനാണ്, വേറെ ആരെ കയ്യിലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ജസ്പേഡ് എന്താണെന്നുള്ളതും ജസ്പേഡിന്റെ പ്രൊജക്ട് എന്താണെന്നും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. റെഡിയാണോ? ആണോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാ? ഇതിലും വലിയ സ്വയംഭംഗി നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? അതായത് ഇത്രയും വിളിച്ചിട്ട് പോരാണ്ട് സ്റ്റേജിൽ നിന്ന് അവാർഡുകൾ ഇട്ടിട്ടേ സംസാരിച്ച് തുടങ്ങിയുള്ളൂ. കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വയംഭംഗിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൈയടിച്ചേ. തോന്നി? അങ്ങനെ തന്നെ വേണം. തോന്നിയില്ലേ? ഇനി സ്വയംഭംഗിയാണെന്ന് തോന്നിയിട്ടില്ലാത്തുള്ളത് കൈയടിച്ച് തോന്നി. യെസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 27 കൊല്ലം ബിസിനസ് ചെയ്ത് ഇവിടം വരെ എത്തിപ്പെട്ടതുണ്ടല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ നിയമങ്ങളൊന്നും നമ്മളെ വെറുതെ ഒന്നും സമ്മതിക്കില്ലേ. കാരണം ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളിമാര് ഇവിടെ ചെറുകിട ആളുകളൊന്നും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അവർക്ക് എല്ലാവർക്കും തൊഴിലാളികളെ മതി. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് 27 കൊല്ലം മാർക്കറ്റിനെ തല്ലി അടിച്ചടിച്ചാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്വയം മോങ്ങും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിന്റെ ആണോ അത്രയും കഷ്ടപ്പെട്ടുണ്ട്. നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരാ. ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ, കണ്ണീരിന്റെ, കഷ്ടപ്പാടിന്റെ 100-1 പോലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം കോട്ടും സൂട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ എടുത്ത എഫേർട്ടുകൾ. ഓക്കെ, കാരണം എപ്പോഴും ഈ കോട്ട് ഇട്ടാപ്പിൻ ഊരാൻ പാടില്ല. എന്നാൽ ഇട്ടാപ്പിൻ ഊരരുത്. ഞാൻ മീൻസ് എന്താ പറഞ്ഞ, വീണ്ടും പഴയ രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും രീതിയിൽ ഓരോ കാര്യം ഫോക്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ ആരാണെന്നുള്ളത് അല്ലേ? ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഈ മറ്റേ സിനിമയിൽ പറയണ പോലെ ഞാൻ ആരാണെന്ന്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയാം താൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്. അപ്പോ എന്നോടിപ്പോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളാണെന്ന് എനിക്കറിയില്ലെന്നേ. ഇപ്പൊ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെട്ടേക്കട്ടെ, പരിചയപ്പെട്ടോട്ടെ. എന്ത് നിങ്ങൾ ഒരു വികാരമില്ലാത്ത ജീവികളായിരിക്കണം? എന്ത് പറ്റി? ഒന്നൊന്ന് സെറ്റാക്കി ഇവിടെ നിൽക്കുമ്പോ നിങ്ങളെ കാണുമ്പോ ഒരു വികാരമൊന്നുമില്ല. നിങ്ങളുടെ കാശിന് വേണ്ടി വന്നല്ലേ, പണത്തിന് വേണ്ടി വന്നല്ലേ?